ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ചെങ്ങന്നൂർ ഡോക്ടർ കെ.എം. ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ലഹരി ചികിത്സാ വിഭാഗം സംഘടിപ്പിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ കെയർ പ്ലസ് പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ചെങ്ങന്നൂർ ഡോക്ടർ കെ.എം. ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം സംഘടിപ്പിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ കെയർ പ്ലസ് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. വലിയ തയ്യാറെടുപ്പോട് കൂടിയാണ് കേരള പോലീസ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഞാൻ അവരെ കേരള പോലീസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 24/7 കേരള പോലീസ് ഈ കാര്യത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണ്. വളരെ സത്യസന്ധമായ പ്രവർത്തനം നടത്തുകയാണ്. ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നു, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഈ ഓപ്പറേഷൻ തുഫാന് കിട്ടുന്നത് സ്ത്രീകളുടെ, അമ്മമാരുടെ ഭാഗത്തു നിന്നാണ്. എല്ലായിടത്തും അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു രസകരമായ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഞങ്ങൾ കർണാടക മുഖ്യമന്ത്രിയെ കാണാൻ പോയി. DGP എല്ലാവരും ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. 63 കേരളത്തിൽ പഠിക്കാൻ പോയ കുട്ടികൾ ജയിലിൽ കിടക്കുക. 63 പേര് ബാംഗ്ലൂർ ജയിലിൽ കിടക്കുക. അവർ ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഇവിടുത്തുകാരല്ല ഇതൊന്നും ഉപയോഗിക്കുന്നത്, കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. കാരണം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ്. ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ അവരാണിത് ഉപയോഗിക്കുന്നത്, നല്ലൊരു ശതമാനം. അതുകൊണ്ട് നമ്മുടെ ആളുകളെ കൂടി എഡ്യൂക്കേറ്റ് ചെയ്യണമെന്ന് അവരെന്നോട് ഇങ്ങോട്ട് പറയുകയാണ്. ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണം ആവശ്യമായി വന്നിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. തൂഫാൻ പദ്ധതിയെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുകയാണെന്ന് ചടങ്ങിൽ സജി ചെറിയാൻ MLA പറഞ്ഞു. ഞങ്ങളെല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ശ്രീ രമേശ് ചെന്നിത്തല മുന്നോട്ട് കൊണ്ടുവരുന്ന ഈ തൂഫാൻ പ്രൊജക്ടിന്റെ പിന്നിൽ ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് ഞങ്ങൾ കൂടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രസംഗത്തിൽ വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എത്തുന്നത് കടൽ വഴിയാണ്. അപ്പം ശക്തമായ നടപടി തീരദേശ മേഖലയിൽ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് തടയാൻ കഴിയൂ. രണ്ടാമത്, കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ വനമേഖലയാണ്. അതുവഴിയാണ് മറ്റൊരു വഴി. നമ്മൾ സാധാരണ വിചാരിക്കും നമ്മുടെ റോഡ് മാർഗമാണ് ഇതെല്ലാം കടന്നു വരുന്നതല്ല. ഈ കേരളത്തിൻ്റെ കടൽ മേഖലയുടെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഹാർബറും ഫിഷ് ലാൻഡിംഗ് സെൻറ്ററും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ലാൻഡിംഗ് സെൻറ്റേഴ്സായി ഈ സാധനം എത്തിക്കുന്നവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തീരങ്ങളുണ്ട് കേരളത്തിൽ. ഒരു പ്രയാസമില്ലാതെ എത്തിക്കാൻ പറ്റും. കർണാടക, തമിഴ്നാട് ഗവൺമെൻറ്റുകളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേരളത്തിൽ ഈ തൂഫാൻ പ്രോജക്റ്റ് വിജയിക്കത്തുള്ളൂ. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ, വിഷ്ണു പ്രദീപ് TK, ഡോക്ടർ ഗീവർഗീസ് K. മാത്യു, ഡോക്ടർ റൂബൻ ജോൺ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.